Pareto optimality criterion part 2. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ വി ഡിസ്കസ്ഡ് അബൌട്ട് എഡ്ജ്വർത്ത് ബോക്സ് ആൻഡ് കോൺട്രാക്റ്റ് കർവ്. സോ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഈ പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ എന്താണ് എന്നുള്ളത് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. സോ അത് എൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ ബേസിക്സ് അബൌട്ട് ദിസ് ക്രൈറ്റീരിയൻ. ഈ ഒരു ക്രൈറ്റീരിയൻ ഡെവലപ്പ് ചെയ്തത് വിൽഫ്രെഡ് പെരറ്റോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഇക്കോണമിസ്റ്റ് ആണ് ഇൻ ദ ഇയർ 1906. ഇത് പബ്ലിഷ് ചെയ്തത് ഇൻ ഹിസ് ബുക്ക് മാനുവൽ ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി. സോ മാനുവൽ ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി 1906 പബ്ലിഷ് ചെയ്ത് അതിലാണ് ഈ വിൽഫ്രെഡ് പാരറ്റോ ഈ പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയനെ കുറിച്ച് ബ്രോഡായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ക്രൈറ്റീരിയ റിഫേഴ്സ് ടു ഇക്കണോമിക് എഫിഷ്യൻസി ദാറ്റ് ക്യാൻ ബി ഒബ്ജക്റ്റീവ്ലി മെഷേർഡ്. ഒബ്ജക്റ്റീവായിട്ട് എങ്ങനെ നമ്മൾക്കൊരു ഇക്കണോമിക് എഫിഷ്യൻസി, ഒരു എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എങ്ങനെ നമ്മൾക്ക് മെഷർ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരുന്നത്. ആൻഡ് ദിസ് ക്രൈറ്റീരിയൻ, അക്കോർഡിംഗ് ടു ദിസ് ക്രൈറ്റീരിയൻ, എനി ചേഞ്ച് ദാറ്റ് മേക്സ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ബെറ്റർ ഓഫ് ആൻഡ് നോ വൺ വേഴ്സ് ഓഫ് ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ. സോ ഈ പെരറ്റോ ക്രൈറ്റീരിയ പ്രകാരം എന്താ പറയുന്നത്, ഒരു ഇൻഡിവിജ്വലിൻ്റെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാം വിത്തൗട്ട് മേക്കിംഗ് അതർ പേഴ്സൺ വേഴ്സ് ഓഫ്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ സോഷ്യൽ വെൽഫെയർ ഉണ്ടാകും. അപ്പം രണ്ട് ഇൻഡിവിജ്വൽ എയും ബിയും എടുക്കുകയാണ്. എയുടെ യൂട്ടിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നു, പക്ഷേ ബിയുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു, അവിടെ റിമെയിൻ സെയിം ആണ്, കുറയുന്നുമില്ല കൂടുന്നുമില്ല, സെയിം ആയിട്ട് നിൽക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ഇൻക്രീസിങ് ദി സോഷ്യൽ വെൽഫെയർ. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ വേറൊരു കേസ് എടുക്കുകയാണ്. എ ചേഞ്ച് ദാറ്റ് മേക്സ് നോ വൺ ബെറ്റർ ഓഫ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ വേഴ്സ് ഓഫ്. എന്തെങ്കിലും ഒരു മാറ്റം വരികയാണ്, ഒരു ചേഞ്ച് വരികയാണ്, അത് ആരെയും ബെറ്റർ ഓഫ് ആക്കുന്നില്ല, പക്ഷേ ഒരാളെ വേഴ്സ് ഓഫ് ചെയ്യുന്നുണ്ട്. അതായത് ആർക്കും നല്ലതുണ്ടാവുന്നില്ല, അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്ക് ദോഷം ഉണ്ടാവുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ദാറ്റ് റിസൾട്ട്സ് ഇൻ സോഷ്യൽ വെൽഫെയർ ഡിക്രീസ്. സോഷ്യൽ വെൽഫെയർ കുറയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആരെയും ഒരാളെ ബെറ്റർ ഓഫ് ആക്കുന്നു, പക്ഷേ ആരെയും വേഴ്സ് ഓഫ് ആക്കുന്നില്ല. അങ്ങനെ വരുമ്പം ഇംപ്രൂവ്മെൻറ്റ് ഇൻ സോഷ്യൽ വെൽഫെയർ ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താ, ആരെയും ബെറ്റർ ഓഫ് ആക്കുന്നില്ല, ആർക്കും നല്ലത് കിട്ടുന്നില്ല, പക്ഷേ കുറച്ച് പേർക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും അതുകൊണ്ടൊരു ദോഷമായിട്ടുള്ളത് സംഭവിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡിക്രീസിങ് ദി സോഷ്യൽ വെൽഫെയർ. അപ്പം എന്താണ് പാരറ്റോ ക്രൈറ്റീരിയ? പാരറ്റോ ക്രൈറ്റീരിയ കിടക്കുന്നത് ഇത് രണ്ടിൻ്റെയും മിഡിലാണ്. അതായത് പാരറ്റോ ക്രൈറ്റീരിയ എപ്പോഴാണ് എത്തുന്നത്, ഒരാളെയെങ്കിലും ബെറ്റർ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരാളെ വേഴ്സ് ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക. അപ്പം ഈ പാരറ്റോ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് it is impossible to make anyone better off without making someone worse off. ഒരാളെയെങ്കിലും നമ്മൾക്ക് ബെറ്റർ ഓഫ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു മേക്ക് എനിവൺ ബെറ്റർ ഓഫ്. ആരെയെങ്കിലും ഒരാളെ മാത്രം ബെറ്റർ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾക്ക് ഒരാളെയെങ്കിലും ബെറ്റർ ഓഫ് ആയിട്ട് നല്ലൊരു പൊസിഷനിൽ എത്തിക്കണമെങ്കിൽ, അയാളുടെ യൂട്ടിലിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, വി നീഡ് ടു റിഡ്യൂസ് ദി സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓഫ് അതർ പേഴ്സൺ. ഓക്കെ, അപ്പം മറ്റൊരാളുടെ സാറ്റിസ്ഫാക്ഷൻ കുറച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഒരു ഇൻഡിവിജ്വലിൻ്റെ എങ്കിലും സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള പോയിൻറ്റ്സിന് പറയുന്നതാണ് പാരറ്റോ എഫിഷ്യൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പാരറ്റോ ഒപ്റ്റിമൽ പോയിൻ്റ് ഓർ പാരറ്റോ എഫിഷ്യൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെയർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഓർ ഇംപോസിബിൾ ടു മേക്ക് എനി വൺ ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് സം വൺ വേഴ്സ് ഓഫ്. നമ്മൾക്ക് സാധ്യമല്ല ഒരാളെയെങ്കിലും ബെറ്റർ ഓഫ് ആക്കണമെങ്കിൽ മറ്റൊരാളെ വേഴ്സ് ഓഫ് ആക്കിയേ മതിയാകും. അങ്ങനെ ചെയ്യാതെ നമ്മൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരറ്റോ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം പാരറ്റോ സിറ്റുവേഷൻ്റെ ഒന്ന് രണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരു ഫൈനൽ, ആ കോൺട്രാക്റ്റ് കർവിൽ പറയുന്ന പോലെ തന്നെ ഒരു ഫൈനൽ റിസോഴ്സ് അലോക്കേഷനാണ് കാണിക്കുന്നത്. അത് കാണിക്കുന്നത് എന്താ, രണ്ടുപേരും ഇപ്പോൾ ഒരാളെ പോലും നമ്മൾക്ക് അതിൽ അയാളുടെ യൂട്ടിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കില്ല വിത്തൗട്ട് റിഡ്യൂസിങ് അതർ പേഴ്സൺസ് യൂട്ടിലിറ്റി. അപ്പം അങ്ങനത്തെ അല്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് വരാം അല്ലേ. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും നമ്മൾക്ക് പാരറ്റോ ക്രൈറ്റീരിയ വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ
This criteria cannot evaluate a situation that make some individuals better off and others worse off. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾക്ക് മെഷർ ചെയ്യാനായിട്ട് പാരറ്റോ ക്രൈറ്റീരിയ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ചില ആൾക്കാരെ ബെറ്റർ ഓഫ് ചെയ്യും, ചില ആൾക്കാരെ വേഴ്സ് ഓഫ് ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾക്ക് നോക്കാൻ പറ്റില്ല. So for example, since most government policies involve changes that benefit some people and harm others, hence it is obvious that the strict Pareto criteria is of limited applicability in real world situation. ഇനി അടുത്തത്, Pareto criteria situation does not guarantee the maximization of social welfare. സോഷ്യൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാനായിട്ട് ആ പോയിന്റിൽ എത്തുമെന്ന് നമ്മൾ പറയാനായിട്ട് സാധിക്കില്ല. സോ ഫോർ എക്സാമ്പിൾ, any point on the PPC curve represent a Pareto efficient situation. അപ്പം നമ്മൾ ഇനിയിപ്പോൾ പഠിക്കുന്നുണ്ട്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് PPC ഒക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഇതിൽ പറയുന്നത് എന്താണ്, ഏത് പോയിന്റ് PPCയിലുള്ള ഏതൊരു പോയിന്റും പാരറ്റോ എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ടു ഡിസൈഡ് വിച്ച് ഓഫ് ദീസ് പോയിന്റ്സ് yield maximum social welfare, we need to have an interpersonal comparison. അപ്പം ഇവിടെ ഒരു ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പറയാൻ പറ്റൂ ഏത് പോയിൻ്റാണ് മാക്സിമം സോഷ്യൽ വെൽഫെയർ കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ നമ്മളിവിടെ ചെയ്യുന്നില്ല. സോ വാട്ട് വിൽ ഹാപ്പൺ, ഇത് വെച്ചിട്ട് നമ്മൾക്കൊരു മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഇനി എന്താണ് പാരറ്റോ ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് 3 മാർജിനൽ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. കണ്ടീഷൻ 1 എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച്, അതായത് കൺസ്യൂമേഴ്സും 2 ഗുഡ്സും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ആദ്യം എന്ത് പറയുന്നത്, പാരറ്റോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് പറയുന്നതാണ് എഫിഷ്യൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്മോഡിറ്റീസ് എമംഗ് കൺസ്യൂമേഴ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷനിൽ വെച്ചിട്ടാണ്. അതായത് 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, 2 ഗുഡുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 ഇൻപുട്സ് ഉണ്ട്. അതിൻ്റെ ഒരു മിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ പഠിക്കുന്നത്. തേർഡ് കണ്ടീഷനിൽ നമ്മൾ നോക്കുന്നത് പ്രോഡക്റ്റ് മിക്സ് ആണ്. അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദി എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച്. അതായത് നമ്മൾ ഈ കോൺട്രാക്റ്റ് കർവിൽ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നത്. സോ എഫിഷ്യൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് എമംഗ് കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ ദാറ്റ് ഈസ് എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച്. So in this condition, the distribution of given commodities X and Y between the 2 consumers A and B is efficient if it is impossible by a redistribution of 2 goods to increase the utility of one individual without reducing the utility of another. So ഇതിൽ പറയുന്നത് എന്താണ്, നമ്മൾ എടുക്കുന്നത് 2 കൺസ്യൂമേഴ്സാണ്, കൺസ്യൂമർ എയും കൺസ്യൂമർ ബിയും. അവരുടെ കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് 2 ഗുഡ്സ് ആണുള്ളത്, ഗുഡ് എക്സും ഗുഡ് വൈയും. അപ്പം ഈ ഒരു എഫിഷ്യൻസി ഈ ഒരു പോയിന്റിൽ എത്തണമെങ്കിൽ എന്ത് സംഭവിക്കും, പോയിന്റിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും, അതായത് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം ആ പോയിന്റിൽ നിന്നും മുകളിലോട്ടോ താഴത്തോട്ടോ പോകുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ദേ കനോട്ട് അറ്റൈൻ സോഷ്യൽ വെൽഫെയർ അതായത് കൂടുതൽ വെൽഫെയർ കൂട്ടാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾക്കൊരു ഫിഗർ വെച്ചിട്ട് നമ്മൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് ആ ഫിഗർ. നമ്മൾ ആ കോൺട്രാക്റ്റ് കർവിൽ പറഞ്ഞ അതേ കേസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് കൺസ്യൂമർ എയുടെ ഗുഡ് വൈയും ഗുഡ് എക്സിൻ്റെയും കോമ്പിനേഷനാണ് കാണിക്കുന്നത്. ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിയുടെ ഗുഡ് വൈ, ഗുഡ് എക്സും ഗുഡ് വൈയും ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന കൺസ്യൂമറിൻ്റെ ഗുഡ് എക്സും, ഇതെന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്ന കൺസ്യൂമറിൻ്റെ ഗുഡ് വൈയുടെയും കോമ്പിനേഷനാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ഇൻഡിഫറൻസ് കർവാണ് യൂസ് ചെയ്യുന്നത്. സോ A1, A2, A3, A4 എന്ന് പറയുന്നത് കൺസ്യൂമർ എയുടെ ഇൻഡിഫറൻസ് കർവാണ്. B1, B2, B3, B4 എന്ന് പറയുന്നത് കൺസ്യൂമർ ബിയുടെ ഇൻഡിഫറൻസ് കർവാണ്. ഓക്കെ, സോ ഇത് രണ്ടും ജോയിൻ്റ് ചെയ്ത് പോകുന്ന പോയിൻറ്റ്സ് ആണ്. കണക്ട് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾക്ക് കോൺട്രാക്റ്റ് കർവ് എന്ന് പറയുന്നത്. സോ CAB എന്ന് പറയുന്ന ഈ പോയിൻറ്റ്സ് എല്ലാം എവിടെ കിടക്കുന്നത്, കോൺട്രാക്റ്റ് കർവിൽ കിടക്കുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് കർവ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, all the points lie in this contract curve shows the Pareto efficient situation.
അല്ലേ? അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്താ പറഞ്ഞത്? പാരറ്റോ എഫിഷ്യൻറ്റ് സിറ്റുവേഷനിൽ പറയുന്നത് എന്താണ്? ഈ ഒരു പോയിന്റിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയ്തർ എയിലോട്ടോ അല്ലെങ്കിൽ എയിൽ നിന്നും ബിയിലോട്ടോ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇൻക്രീസ് വൺ പേഴ്സൺസ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി വിത്തൗട്ട് റിഡ്യൂസിങ് അതർ പേഴ്സൺസ് യൂട്ടിലിറ്റി. ഇപ്പം സിയിൽ നിന്നും എയിലോട്ടാണ് പോകുന്നതെങ്കിൽ എയുടെ യൂട്ടിലിറ്റി വിൽ ഇൻക്രീസ് ഫ്രം A2 to A3. ബട്ട് when you look into B's utility, it will reduce from B4 to B3. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കോമ്പിനേഷൻ ഓഫ് പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരറ്റോ എഫിഷ്യൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെഡ് എന്ന് പറയുന്ന പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പം ഈ ഒരു പോയിന്റിൽ എയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് A3 ആണ്, ബിയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? B2 ആണ്. സോ ഇവിടെ ഇതാണ് ഇനീഷ്യൽ റിസോഴ്സ് അലോക്കേഷൻ. സോ ദിസ് ഷോസ് ദ ഇൻഎഫിഷ്യൻറ്റ് പോയിന്റ്. എന്തുകൊണ്ടാണ് ഇത് ഇൻഎഫിഷ്യൻ്റ് ആവുന്നത്? ഇതിൽ നിന്നും ഒരു ഡീവിയേഷൻ എയ്തർ ടു എ ഓർ എയ്തർ ടു ബി അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദാറ്റ് വിൽ ഇൻക്രീസ് യൂട്ടിലിറ്റി ഓഫ് വൺ പീപ്പിൾ വിത്തൗട്ട് റെഡ്യൂസിങ് ദി യൂട്ടിലിറ്റി ഓഫ് അതർ പേഴ്സൺ, അല്ലേ? അപ്പം എയിലോട്ടാണെങ്കിലും ബിയിലോട്ടാണെങ്കിലും വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസിങ് സോഷ്യൽ വെൽഫെയർ. ഓക്കെ, അപ്പം എയിൽ നിന്നും സെഡിൽ നിന്നും ബിയിലോട്ടാണ് പോകുന്നതെങ്കിൽ എയുടെ യൂട്ടിലിറ്റി വിൽ ഇൻക്രീസ് ഫ്രം A3 to A4. അതുപോലെ തന്നെ ബിയുടെ യൂട്ടിലിറ്റി വിൽ ഫോൾ ഫ്രം B2 to ബിയുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? വിൽ നോട്ട് ചേഞ്ച്, അത് വിൽ റിമെയിൻ സെയിം അറ്റ് B2. Okay, so the figure shows the Edgeworth box of A and B for good given commodities X and Y, and OX shows the A's indifference curve and OY shows the B's indifference curve. Okay, so ഇങ്ങനെ ഈ ഒരു രീതിയിൽ OYയും OX. Okay, and the figure shows that only points on Edgeworth contract curve satisfy the Pareto optimality criteria, and any other distribution off to this contract curve is inefficient. നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്താണ് സെഡ് എന്ന് പറയുന്ന പോയിന്റ്. Okay, so a movement to A increases the utility of B without reducing the utility of A. Similarly, movement to B, എയിലോട്ട് മാറുക അതല്ലെങ്കിൽ ബിയിലോട്ടാണ് മാറുന്നത്, എങ്ങനെ സംഭവിക്കുന്നു? ഇറ്റ് ഇൻക്രീസസ് ദ യൂട്ടിലിറ്റി ഓഫ് എ വിത്തൗട്ട് റെഡ്യൂസിങ് ദ യൂട്ടിലിറ്റി ഓഫ് ബി. സോ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ വാട്ട് വി ക്യാൻ സേ, ഈ സെഡ് എന്ന് പറയുന്ന പോയിന്റിനേക്കാളും ഹയർ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ ഉണ്ടാവുന്നത് എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ, സോ ബൈ റിവേഴ്സിംഗ് ദ ആർഗ്യുമെൻറ്റ് ഇറ്റ് ക്യാൻ സീൻ ദാറ്റ് എ മൂവ്മെൻറ്റ് ഫ്രം എ പോയിന്റ് ഓൺ ദ കോൺട്രാക്ട് കർവ് ടു എ പോയിന്റ് ഓഫ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡിക്രീസിങ് ദ സോഷ്യൽ വെൽഫെയർ. സോ ആ കോൺട്രാക്ട് കർവിൽ നിന്നും പുറത്തോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡിക്ലൈനിങ് ദ സോഷ്യൽ വെൽഫെയർ. സോ ഫോർ എക്സാമ്പിൾ എയിൽ നിന്നും സെഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എസ് യൂട്ടിലിറ്റി റിമെയിൻ സെയിം അറ്റ് ദ പോയിന്റ് A3, പക്ഷേ ബിയുടെ യൂട്ടിലിറ്റി ഡിക്ലൈൻ ഫ്രം B3 to B2. സെയിം വിത്ത് ബി ആസ് വെൽ. ബിയിൽ നിന്നും സെഡിലോട്ടാണ് പോകുന്നതെങ്കിൽ എയുടെ യൂട്ടിലിറ്റി ഫോൾ ഫ്രം A4 to A3, but B's remain constant. So that results in decreasing the social welfare. So the contract curve shows the locus of Pareto optimal or efficient distribution of goods between consumers. So this curve is formed from the point of tangency of two consumers' indifference curve, and that is the points where the slope of the indifference curves are equal. അപ്പം ഈ ഒരു കേർവ് നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ പോയിന്റ് ഓഫ് ടാൻജൻസിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇൻ അതർ വേർഡ്സ്, അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് കോൺട്രാക്ട് കർവ് ദ ഫോളോയിങ് കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ദാറ്റ് ഈസ് MRS AXY. MRS എന്ന് പറയുന്നത് എന്താ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ of consumer A for X and Y should be equal to marginal rate of substitution of for consumer B for good X and Y. So first condition, Pareto optimality first condition എന്ന് പറയുന്നത് efficiency in exchange എന്ന് പറയുന്നത് സാധ്യമാവണമെങ്കിൽ what we need MRS A for X and Y should be equal to MRS B for X and Y. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി ഫോർ എ എന്ന് പറയുന്ന കൺസ്യൂമറിൻ്റെ ഷുഡ് ബി ഈക്വൽ ടു MRS B for
X and Y. So it shows that the marginal condition for Pareto optimal or efficient distribution of commodities among consumers requires the MRS between two goods be equal for all the consumers. ഇനി അടുത്ത രണ്ട് അടുത്ത രണ്ട് കണ്ടീഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.